എന്താവസ്ഥ, എന്ത് സുഖത്ത. ഇത് ഇത്രയും പെരുക്കിയെടുത്ത് ഇങ്ങനെ ഓരോന്നും നോക്കിയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമാണ്. ഈ നാലിലും കൂടി വരുത്തി നമ്മളെ കാണിച്ചു വന്നിരിക്കുന്ന രഹസ്യം. അതെ, മറ്റൊന്നാണ് നിങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം, എപ്പോഴും പറയുകയും ചെയ്യുന്നതാണ്. പക്ഷെ അത് നിങ്ങൾ മാനിച്ചു പോയിട്ടില്ല എന്നത് ഒരു സത്യം നിങ്ങൾ മറന്നു പോകുന്നത്. എന്താണ്? ഗുരുവിനെ മാനിച്ചിരുന്നെങ്കിൽ ശങ്കരാചാര്യർ ഇന്ന് ഇവിടെ ഇങ്ങനെയല്ല, തറച്ചു വെച്ച് മന്ത്രികുലങ്ങൾ ഇങ്ങനെയല്ല, 18 സിദ്ധന്മാർ ഇങ്ങനെ വരാറില്ല. ശ്രീകൃഷ്ണനെ പറ്റി ഇങ്ങനെ നമ്മൾ ധരിക്കാൻ ഇടയാവില്ലായിരുന്നു. ഇങ്ങനെ ഈ ത്രിമൂർത്തികളുടെ പരമ്പരയെപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ വാലായിട്ട് മറ്റുള്ളതിനെ എല്ലാം കെട്ടി മുടഞ്ഞ് അതിന്റെ കീഴിൽ കൊണ്ട് വെച്ചിട്ട് കാലങ്ങൾക്ക് വലിപ്പം കൊടുക്കാതെ എക്കാലവും ഇതിന്റെ കീഴിൽ മുടഞ്ഞു പോയ വിദ്വാൻമാരുടെ ആ കൊണ്ടുപിടുത്ത കളിയാണ് ഈ അവസരം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ മുൻപ് കാണിച്ച വിദ്വാൻമാരെ എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്ന് നിങ്ങളിൽ ജനിച്ച് വളർന്നു വരുന്ന സന്താനങ്ങൾ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കളിക്ക് എന്ത് വേണം എന്ത് വേണ്ട, സത്യയുഗത്തിലേക്ക് നമ്മുടെ പരമ്പര എത്തിച്ചേരുന്നതിന് എന്തൊക്കെ കർമ്മഗതി നമുക്ക് വേണം വേണ്ട എന്ന് അന്വേഷിച്ചറിഞ്ഞിട്ട് അതിനെ ശക്തമായി കർമ്മത്തിൽ കൊണ്ടുവന്ന് പൂർത്തിയാക്കലാണ് ഈ ഉദ്ദേശം. ഇതാണ് ഈ അനുഭവം. അപ്പൊ നിങ്ങൾ ഇന്ന് കേട്ടിരിക്കുന്നത് സന്യാസി വീട്ടിൽ കയറിക്കൂടാ, ഇല്ല വീട്ടിൽ കയറണം. നാട്ടിൽ സന്യാസി ഇരുന്നുകൂടാ, വേണ്ട നാട്ടിൽ തന്നെ ഇരിക്കണം. ചുമ്മെങ്കിലും നിങ്ങൾ കാണുന്നില്ലേ ഇന്ന് അങ്ങനെ സന്യാസി ഇങ്ങനെ സന്യാസി എന്നും പറഞ്ഞ് പണത്തിന്റെ കൊഴുപ്പ് കാണിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും. സന്യാസി ഒരു കൂട്ടരെ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? സന്യാസി വെറും തെണ്ടി. നിങ്ങൾ ആ പരിചയപ്പുറം കൊണ്ട് വന്നതാണ്. സന്യാസി എന്ന് വെച്ചാൽ നിങ്ങൾ ആരും തെണ്ടിയല്ല. സന്യസിച്ചവൻ ധന്യനെന്നാണ്, എല്ലാത്തിനും ഒരു അറിവുള്ളവനാണ്. അവൻ്റെ അടുത്ത് നിങ്ങൾ ചെന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ അവൻ എന്തെങ്കിലും ഒന്ന് പറയാൻ പാടും. അപ്പൊ അങ്ങനെയുള്ള ധന്യൻ നിങ്ങളുടെ മുമ്പിൽ തെണ്ടിയൻ. ഈ ധന്യത നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് ആണോ പെണ്ണോ നിങ്ങളുടെ വീട്ടിൽ സന്നിധിക്കുന്നു എന്ന് പറഞ്ഞാൽ വീടോടെ കരഞ്ഞു കളയുന്ന ചില, എന്ത് പറയാനാണ് അവരെ പറ്റി? കരഞ്ഞു കളഞ്ഞ മാത്രമല്ല, എന്തെല്ലാം ചീത്ത അവിടെ ആഘോഷിച്ച് വിലപ്പെടുത്താൻ കഴിയുമോ അതെല്ലാം ചെയ്യാവുന്ന ഒരു അറിവ് കേട്ടാൽ പരമ്പരയുടെ ഉടമയായി മാറിക്കഴിഞ്ഞു.